അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, വെറും 7 ദിവസം കൊണ്ട് ഏത് ആഗ്രഹവും സഫലമാകുന്ന ഒരു മനോഹരമായ സൂറത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്ന അതേ ക്രമത്തിൽ തുടർച്ചയായ 7 ദിവസം ആ സൂറത്തിനെ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഏത് വലിയ ആഗ്രഹങ്ങളാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് തന്നെ അത് സഫലീകരിച്ചു തരും. പ്രിയമുള്ളവരെ, നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. മക്കൾ നന്നാവാൻ, അസുഖം ഭേദമാവാൻ, പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ, വീടുണ്ടാവാൻ, കടം വീടാൻ, ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഉള്ളവരാണ്. എന്നാൽ ഈ സൂറത്തിനെ ഏതാഗ്രഹമാണോ നമ്മുടെ മനസ്സിലുള്ളത് ആ ആഗ്രഹം മനസ്സിൽ നിയ്യത്ത് ചെയ്തുകൊണ്ട് തുടർച്ചയായി 7 ദിവസം പാരായണം ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ അള്ളാഹു നമ്മുടെ ആഗ്രഹം സഫലീകരിച്ചു തരും. ഒന്നാമത്തെ കാര്യം നമുക്ക് നിയ്യത്ത് വേണമെന്നുള്ളതാണ്. നമ്മുടെ ആഗ്രഹം ഏതാണോ ആ ആഗ്രഹം മനസ്സിൽ നിയ്യത്ത് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ആ സൂറത്തിന് പാരായണം ചെയ്യേണ്ടത്. ഏതാണ് ആ സൂറത്ത്? ആ സൂറത്താണ് സൂറത്ത് യാസീൻ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്ന അതേ ക്രമപ്രകാരമായിരിക്കണം സൂറത്ത് യാസീൻ പാരായണം ചെയ്യേണ്ടത്. പരിശുദ്ധ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ. ഇന്ന ലികുല്ലി ഷൈഇൻ ഖൽബൻ വഖൽബുൽ ഖുർആനി യാസീൻ. ഓരോ കാര്യത്തിനും ഒരു ആത്മാവുണ്ട്, ഓരോ കാര്യത്തിനും ഒരു ഹൃദയമുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ ഹൃദയം എന്ന് പറയുന്നത് സൂറത്ത് യാസീനാണ്. അത്രയും മഹത്വമുള്ള ഒരു സൂറത്താണ്. ഈ സൂറത്തിനെ നമ്മൾ തുടർച്ചയായി 7 ദിവസം പാരായണം ചെയ്യണം. എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്? നമ്മുടെ നിയ്യത്തുണ്ടായിരിക്കണം. അസുഖം ഭേദമാവാനാണോ, കടം വീടാനാണോ, വീട് പണി നടക്കാനാണോ, മക്കളുടെ കല്യാണം ശരിയാവാനാണോ, മക്കൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ ആഗ്രഹിച്ച മേഖലയിലേക്ക് എത്തിപ്പെടാനാണോ, എന്താണോ ആഗ്രഹം ആ ആഗ്രഹം മനസ്സിൽ നിയ്യത്ത് ചെയ്യുക. പടച്ചോനെ, എൻ്റെ അസുഖം ഭേദമാവാൻ വേണ്ടി ഞാൻ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നു, എൻ്റെ കടം വീടാൻ വേണ്ടി ഞാൻ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നു. ഇങ്ങനെ നിയ്യത്ത് നമുക്ക് 7 ദിവസവും ഉണ്ടായിരിക്കണം. എന്നിട്ട് ഇതിൻ്റെ സമയം എപ്പോഴാണ്? എല്ലാ ദിവസവും സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ, ഖളാ ആകാൻ പാടില്ല, അദാ ആയ സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒരു തവണ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക. ഈ ഒരു തവണ പാരായണം ചെയ്തതിനു ശേഷം അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് പറയുന്ന ദിക്ർ 101 തവണ നമ്മൾ പറയണം. ഏതൊരു പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കണമെങ്കിലും അതിൻ്റെ അടിസ്ഥാന ഘടകമാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. ഈ ഇസ്തിഗ്ഫാറിന്, അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന ദിക്റിനെ 101 തവണ പറയുക. സൂറത്ത് യാസീൻ ഒരു തവണ, അതിനുശേഷം ഇസ്തിഗ്ഫാർ 101 തവണ. അത് പറഞ്ഞതിന് ശേഷം നമ്മൾ സ്വലാത്ത് ചൊല്ലണം. ഏതൊരു പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വലാത്ത് ചൊല്ലുക എന്നത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. ഈ സ്വലാത്തിനെ 11 തവണ നമ്മൾ പറയുക. ഒന്ന് സൂറത്ത് യാസീൻ ഒരു തവണ ഓതുക, ഇസ്തിഗ്ഫാർ 101 തവണ പറയുക, അതിനുശേഷം സ്വലാത്ത് 11 തവണ ചൊല്ലുക. ഇതാണ് നമ്മുടെ അമല് എന്ന് പറയുന്നത്. ഇത് തുടർച്ചയായി 7 ദിവസം ചെയ്യണം. അതിനുശേഷം ഈ 7 ദിവസത്തെ നമ്മുടെ ഈ ഇസ്തിഗ്ഫാറിൻ്റെയും സ്വലാത്തിൻ്റെയും ശേഷം ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ഖ്ദി ഹാജതി വയസ്സിർ അംരി വഫ്തഹ് ലി അബ്വാബ റിസ്ഖിക്. ഈ പ്രാർത്ഥനയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലാഹു സഫലീകരിച്ചു തരും. അപ്പോൾ ഈ 4 കാര്യങ്ങളും എല്ലാ ദിവസവും സുബഹി നിസ്കാരം കഴിഞ്ഞ് 7 ദിവസമാണ് നമ്മൾ ചൊല്ലേണ്ടത്. ഏത് ദിവസമാണോ തുടങ്ങിയത് ആ ദിവസം മുതൽ 7 ദിവസം വരെ 7 തവണ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ്? എല്ലാ ദിവസവും സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒരു യാസീൻ, 101 തവണ ഇസ്തിഗ്ഫാർ, 11 തവണ സ്വലാത്ത്, അതിനുശേഷം നമ്മളിപ്പോൾ പറഞ്ഞ പ്രാർത്ഥന ഒരു തവണ. അങ്ങനെ നമ്മൾ തുടർച്ചയായി 7 ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ ആഗ്രഹം സഫലീകരിച്ചു തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു സന്തോഷവും റാഹത്തും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ വലിയ സ്വപ്നങ്ങളും എത്രയും പെട്ടെന്ന് അള്ളാഹു സഫലീകരിച്ചു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.